സിനുജി, ഈ പാലസ്തീൻ ഇസ്രയേൽ ആയി ബന്ധപ്പെട്ട യുദ്ധം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരും പോവും, അതിങ്ങനെ പല രീതിയിലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട്, അത് മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്, അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അവിടെ ഒരു ഈ പാലസ്തീനിൽ അവിടുത്തെ കുട്ടികൾക്കിടയിൽ ഈ പോളിയോ ആ കുട്ടികൾക്ക് ബാധിച്ചു എന്നും അവിടെ ആ രോഗം റിപ്പോർട്ട് ചെയ്തു എന്നും നമ്മളൊക്കെ വായിച്ചതാണ്. അങ്ങനെ പോളിയോ അവിടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനെതിരായിക്കൊണ്ട് ഈ പോളിയോ വാക്സിനേഷൻ, അവിടെ ഈ വാക്സിനേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഈ പോളിയോ വാക്സിനേഷന് വേണ്ടിയിട്ട് ലോകാരോഗ്യ സംഘടനയുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ചുകൊണ്ട് അവിടെ ഇസ്രയേൽ ഈ പോളിയോ നൽകുന്ന സമയം, അതായത് നാളെ മുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു 3 ദിവസത്തേക്ക് വെടിനിർത്തൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെയോ 6 മണി വരെയോ ആ സമയം വരെ എങ്ങാനാണ് അവർ അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേൽ അവിടെ ഒരു കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയാണ്, അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് എന്നുള്ള പ്രചാരണങ്ങൾ പുറത്തു വരുന്ന സമയത്തും, ഇസ്രായേലിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് വേറെ, അതവിടെ നിൽക്കട്ടെ, ഈ പ്രചാരണങ്ങൾ നടക്കുന്ന സമയത്തും ഇസ്രായേൽ ഇത്തരമൊരു ആവശ്യത്തിന്, അവിടുത്തെ കുട്ടികളുടെ ഗുരുതരമായൊരവസ്ഥയാണ് ഈ പോളിയോ എന്ന് പറയുന്നത്, അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു വലിയ ഈ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട്, ഈ വാക്സിനേഷൻ യജ്ഞത്തിന് വേണ്ടിയിട്ട് അവരതിന് സഹായിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ അതിനിടയിലാണ് ഈ പോളിയോ ആയി ബന്ധപ്പെട്ട് ഈ പോളിയോ ആയി വരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടെ, അല്ലെങ്കിൽ ഒരു അഭ്യൂഹം കൂടെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു 2 നിലപാട് എന്താണ് ഇസ്രായേൽ എടുക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്രമണം അവിടെ നടക്കുന്നുണ്ടോ? ഏതാണ്ട് 25 വർഷങ്ങൾക്ക് ശേഷമാണ് പലസ്തീനിൽ ഒരു പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ഭാഗികമായി തളർന്നുപോയി. ഇതാണ് സംഭവിച്ചേക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ലോകാരോഗ്യ സംഘടന ഇത് വളരെ ഗുരുതരമായി കാണുകയും ഇത് വളരെ ഗൗരവമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അതേക്കുറിച്ച് ഈ ലോകാരോഗ്യ സംഘടന അവിടെ ഒരു പഠനമൊക്കെ നടത്തുന്നുണ്ട്. അവരുടെ ഒരു പ്രതിനിധിയുണ്ട്. ഇപ്പം ഗസയിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രതിനിധി റിക്ക് പീപ്പർകോണാണ്. അദ്ദേഹം അവിടെ നേതൃത്വത്തിൽ പഠനമൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായത് പല കുട്ടികൾക്കും ഈ പറയുന്ന പോളിയോ വാക്സിൻ നൽകാൻ കഴിയുന്നില്ല. 10 വയസ്സിൽ താഴെയുള്ള 6,40,000 കുട്ടികളാണ് പലസ്തീൻകാരായിട്ടുള്ള അവിടെയുള്ളത്. ഇവരുള്ളത് ഗസയിലാണ്, വെസ്റ്റ് ബാങ്കിലാണ്, അങ്ങനെ അഭയാർത്ഥി ക്യാമ്പുകളിലെല്ലാമാണ്. അപ്പോൾ ഇവർക്ക് ഈ പോളിയോ വാക്സിൻ എടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ആശുപത്രികളിലേക്ക് ചെന്നാൽ അവിടെ ഹമാസ് തീവ്രവാദികൾ നിലയുറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പോളിയോ വാക്സിൻ എടുക്കാനായിട്ട് അവിടേക്ക് ചെല്ലുന്ന സമയത്തായിരിക്കും ഈ ഹമാസിൻ്റെ തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ ഒരു ഡ്രോൺ വിക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബോംബ് വിക്ഷേപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ അവിടെ നിന്ന് തിരിച്ചടിക്കും. അത് ചിലപ്പോൾ ഈ ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്കായിരിക്കും. അപ്പോൾ ഈ പോകുന്ന കുട്ടിക്ക്, രക്ഷിതാക്കൾക്ക് എല്ലാം തന്നെ ജീവൻ നഷ്ടപ്പെടുന്നത്. അപ്പൊ ഹമാസിനെ കൊല്ലാനാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെ തീർക്കാൻ ഹമാസ് എന്ത് നടപടി എടുക്കുന്നുവോ അവർക്ക് ശക്തമായി തിരിച്ചടി നൽകും. സത്യത്തിൽ ഈ പലസ്തീൻകാർക്ക് ധൈര്യസമേതം ആശുപത്രിയിലേക്ക് പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ 6,40,000 കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകിയില്ലെങ്കിൽ വലിയ ദുരന്തത്തെ, പോളിയോ എന്ന് പറയുന്ന നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു അസുഖത്തെ വീണ്ടും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് പാലസ്തീൻകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആവശ്യം ഇസ്രായേലിൻ്റെ അടുത്ത് പലതവണ ആവശ്യം ഉന്നയിച്ചു. ഇസ്രായേലെ, നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങൾ കുറച്ച് നാളത്തേക്ക് വെടിനിർത്ത്, ഞങ്ങൾ കുറച്ച് മരുന്ന് കൊടുക്കട്ടെ. ഹമാസിനോട് ആവശ്യപ്പെട്ടു. ഹമാസ് പറഞ്ഞു ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ്. അപ്പോൾ ഹമാസിന് പ്രത്യേകിച്ച് വേറെ റോളൊന്നും ഇല്ലല്ലോ, ഹമാസ് ഒരു തീവ്രവാദ അവരിടയ്ക്കിടയ്ക്ക് പോയി വെടിവെക്കുമെന്നല്ലാതെ. അപ്പോൾ ഇസ്രായേലാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. അപ്പോൾ തുടർച്ചയായി ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇസ്രായേൽ ഒരു നിലപാടെടുത്തു. ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ തൽക്കാലത്തേക്ക് വെടിനിർത്താം. 3 ദിവസത്തേക്കാണ് ഈ വെടിനിർത്തൽ നടത്തുക. അപ്പം പറയുന്നത് ഈ ഏത് സമയത്താണ് ഈ പോളിയോ മരുന്ന് നൽകേണ്ടത്, ഈ വാക്സിനുള്ള മരുന്ന് എത്തിക്കണമല്ലോ. അപ്പോൾ ആ മരുന്ന് കൊണ്ടുവരേണ്ട സമയമുണ്ട്. അപ്പം നോക്കുമ്പോൾ ഗസയിൽ 12.6 ലക്ഷം ഡോസ് വാക്സിൻ ഉണ്ട്. ഇത് കൂടാതെ ഇനി 4 ലക്ഷം ഡോസ് വാക്സിൻ കൂടി വേണം. അവർ പറയുന്നത് നോവൽ ഓറൽ പോളിയോ വാക്സിൻ ടൈപ്പ് 2 ഈ വാക്സിനാണ് ഇനി കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് കൊണ്ടുവരുന്നത് വരെ ഒന്ന് കാത്തിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച മുതൽ ഇത് കൊടുക്കാം. അപ്പം പറഞ്ഞു ഓക്കെ. അപ്പോൾ ഗസയിൽ, അതുപോലെ വെസ്റ്റ് ബാങ്കിൽ ഒക്കെ 3ആയിട്ട് ഓരോ ഏരിയ തിരിക്കാം. അതായത് തെക്കൻ ഏരിയ, വടക്കൻ ഏരിയ, മധ്യ ഏരിയ. എന്നിട്ട് ഈ 3 ഏരിയയിലും വ്യത്യസ്ത സമയങ്ങളിൽ ഈ പറയുന്ന പോളിയോ വാക്സിൻ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര സമയം വെടിനിർത്തൽ വേണം? ഇസ്രായേൽ ആലോചിച്ചിട്ട് പറഞ്ഞു 9 മണിക്കൂർ ഞങ്ങൾ വെടിനിർത്താം. എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഒരു വെടിവയ്പ്പും ഒരു ആക്രമണവും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് വാക്സിൻ കൊടുക്കാം. ശരി, നല്ലൊരു കാര്യമാണ്. ഇതിനു വേണ്ടി 2000-ഓളം ആരോഗ്യ പ്രവർത്തകരെ പരിശീലിപ്പിച്ചു. കാരണം ഈ മരുന്ന് കൊടുക്കണമല്ലോ. പക്ഷെ നമുക്കറിയാം ഈ 3 ദിവസം കൊണ്ട് 6,40,000-ഓളം പേർക്ക് 2000 ആരോഗ്യ പ്രവർത്തകരെ കൊണ്ട് ഈ മരുന്ന് കൊടുത്ത് തീർക്കാൻ പറ്റുമോ? നമുക്കൊരു സംശയം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും കുട്ടികളുണ്ട്. തീർച്ചയായും.
ഈ പോളിയോ വാക്സിൻ കൊടുക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഇസ്രായേൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വെടി നിർത്തിയിട്ടൊന്നുമില്ല, ഒരു താൽക്കാലിക ഇടവേളയാണ്, ഒരു ദിവസം കൂടെ നീട്ടിത്തരാം എന്ന് പറഞ്ഞാൽ 4 ദിവസം വരെ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഇസ്രായേൽ പറയുന്നു. അപ്പോൾ ഈ സമയങ്ങൾ കൊണ്ട് ഈ പറയുന്ന പോളിയോ വാക്സിൻ നൽകണം. ഇപ്പോൾ 2022 കണക്കെടുത്താൽ ഏതാണ്ട് 99% പോളിയോ വാക്സിൻ അവിടെ നടത്തിയതായിരുന്നു. എന്നാൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത് 89% കുറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ പോളിയോ അവിടെ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന് മനസ്സിലാക്കുക. കാരണം 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്കാണ് തളർച്ച ഉണ്ടായിരിക്കുന്നത്, അവന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഇത് പല കുട്ടികൾക്കും ഉണ്ടാകും. കാരണം നമുക്കറിയാം കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും ഓരോ ഘട്ടത്തിലും പ്രതിരോധ മരുന്നുകൾ നൽകേണ്ടതുണ്ട്. ഇത് കൃത്യമായി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും. പക്ഷേ പല ആശുപത്രികളിലേക്കും പലസ്തീനുകാർക്ക് പോകാൻ പറ്റുന്നില്ല. അവർ അഭയാർത്ഥികൾ എന്ന നിലയിൽ ആശുപത്രികളിലേക്ക് ചെന്നാൽ അല്ലെങ്കിൽ ഒളിയിടങ്ങളിലേക്ക് ചെന്നാൽ, അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ചെന്നാൽ ഇവിടെയെല്ലാം ഹമാസ് ഉണ്ട്. അപ്പോൾ അതായത് സിനുജി അതായത് പാലസ്തീനുകാർക്ക് പലസ്തീൻ്റെ ശത്രു ഈ ഹമാസ് തന്നെയാണ്. അതായത് ഈ ഹമാസ് തീവ്രവാദികൾ തന്നെ ആ ആശുപത്രിയിൽ പോയി അവരുടെ ഇടത്താവളം അല്ലെങ്കിൽ ഒളിത്താവളമാക്കി മാറ്റുകയും അവിടെ നിന്ന് ഇസ്രായേലിനെതിരെ ആയുധം പ്രയോഗിക്കുകയും തിരിച്ച് ആ ആശുപത്രിയിലേക്ക് ആയുധം വരുമ്പോൾ ഈ നിരപരാധികളായിട്ടുള്ള ഈ പാലസ്തീൻ കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ അവിടെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് യാഥാർത്ഥ്യം അല്ലേ? അങ്ങനെയാണ്. അതായത് ഈ സത്യത്തിൽ ഈ പലസ്തീൻകാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലസ്തീൻകാരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഹമാസ് അവരുടെ ആളാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ ഇസ്രായേൽ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഓരോ കുഞ്ഞുകുട്ടിയും ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനേക്കാൾ നല്ലത് മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ച് ഹമാസിലേക്ക് ആകർഷിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പലസ്തീൻകാരെ ഇസ്രായേലിന് വിശ്വാസമില്ല. അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായും പൂർണ്ണമായും ഇല്ലാതാക്കുന്നവരെ ഞങ്ങളുടെ അറ്റാക്ക് നിർത്തില്ല. ഇതാണ് ഇസ്രായേൽ എടുക്കുന്ന നിലപാട്. അപ്പോൾ 99% പോളിയോ വാക്സിനേഷൻ 89% കുറഞ്ഞുവെങ്കിൽ ഓരോ ഘട്ടത്തിലും കൊടുക്കേണ്ട പ്രതിരോധ മരുന്നിന്റെ ആ ഘട്ടം കുറഞ്ഞു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകി. അതായത് യുദ്ധം അഫക്റ്റ് ചെയ്യുന്ന 2 രാജ്യങ്ങളിൽ ഈ യുദ്ധത്തിന്റെ ബാക്കി പത്രമായിട്ട് കുറെ അവശിഷ്ടങ്ങൾ ഉണ്ടാകും, രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകും, മലിനജലം കെട്ടിക്കിടക്കും. ഇതെല്ലാം വൈറസ് പടരാൻ, പകർച്ചവ്യാധികൾ ഉണ്ടാകാനെല്ലാം കാരണമാണ്. അവിടെയുള്ള ആളുകൾ കഴിക്കുന്നത് പാക്കറ്റ് ഫുഡായിരിക്കും, ബോട്ടിൽ വാട്ടർ ആയിരിക്കും, മറ്റു വെള്ളങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം മുതിർന്ന ആളുകൾക്ക് പ്രതിരോധശേഷി കൂടുതലാണെങ്കിലും കുട്ടികൾക്ക് അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചില മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഇസ്രായേൽ സേന കഴിഞ്ഞ ജൂലൈ മാസം മുതൽ തന്നെ അവരുടെ പട്ടാളത്തിന് വേണ്ട പ്രതിരോധ മരുന്ന് നൽകുന്നു, വേണ്ട കുത്തിവയ്പ്പുകൾ നൽകുന്നു, അവരുടെ സേനയെ കൃത്യമായി സേഫാക്കി. പക്ഷേ ഈ പലസ്തീനെ ആര് സംരക്ഷിക്കും? ആരും സംരക്ഷിക്കാനില്ല. മാത്രമല്ല ഹമാസ് അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയിട്ട് ഇവരുടെ ഒപ്പം നിന്നിട്ട് കുറച്ച് ബോംബിടുന്നു, എന്നിട്ട് അവർ സേഫായിട്ട് പോയി ടണലിനകത്തൊക്കെ പോയി ഒളിച്ചിരിക്കും. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്യും. അതിന്റെ ദുരന്തം അനുഭവിക്കുന്ന മുഴുവൻ ഈ ജനതയാണ്. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ സ്ത്രീകൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗം പാലസ്തീൻകാർ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നു. ഈ പലസ്തീനിലെ ഒരു വിഭാഗം ഹമാസിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇത്തരം പ്രശ്നങ്ങൾ മതപരമായിട്ട് കൂടിയാണല്ലേ? അതെ, അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഒരു 9 മണിക്കൂറത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ ആശ്വാസകരമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ന്യായമായ ഒരു ആവശ്യത്തെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ 3 മണി വരെ ഞങ്ങൾ വെടിനിർത്തൽ നടത്തിയിരിക്കും. കാരണം അതിലൂടെ വേറൊരു സന്ദേശം കൂടി അവർ കൊടുക്കുന്നത്, അതായത് ഞങ്ങൾക്ക് ഈ പാലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളോടല്ല പ്രശ്നം, ഞങ്ങൾക്ക് പ്രശ്നം ഈ ഹമാസ് തീവ്രവാദികളോട് മാത്രമാണ് എന്നൊരു സന്ദേശം കൂടി കൊടുക്കുകയല്ലേ ഈ ഇസ്രായേൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പാലസ്തീൻകാരോട്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഹമാസ് ബ്രെയിൻ വാഷ് ചെയ്ത് മതകാര്യങ്ങൾ പറഞ്ഞു വെച്ച് ഞങ്ങളിലേക്ക് ആകർഷിക്കുന്നു, ഹമാസിലേക്ക് ആകർഷിക്കുന്ന പലസ്തീൻകാരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ തീർക്കും. കാരണം ഞങ്ങളെ ആക്രമിക്കുന്ന പലസ്തീൻകാരെ, ഗസയിലുള്ളവരെ, വെസ്റ്റ് ബാങ്കിലുള്ളവരെ ഒന്നും ഞങ്ങൾ ഇനി സംരക്ഷിക്കില്ല. അഭയാർത്ഥി ക്യാമ്പുകൾ ഞങ്ങൾ നശിപ്പിക്കണമെങ്കിൽ അതും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഹമാസ് പറയുന്നു ലോക രാജ്യങ്ങൾ, ലോകാരോഗ്യ സംഘടന, അതുപോലെ തന്നെ ലോകത്തിലെ വിവിധ സാമൂഹ്യ സംഘടനയൊക്കെ പറയുന്നത് ഞങ്ങൾ കേൾക്കുമെന്ന്. ഹമാസിന് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഹമാസ് ഒന്ന് വിട്ട് മാറി നിന്നാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇസ്രായേൽ ഒരു ന്യായമായ നിലപാടെടുത്തു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ 6 മണി മുതൽ 3 മണി വരെ വെടിനിർത്തൽ ഉണ്ടാകും എന്ന് പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഹമാസ് ഒരു ഡ്രോൺ ആക്രമണമോ വല്ലോ നടത്തിയാൽ ഇസ്രായേൽ തിരിച്ചടിക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ വെടിനിർത്തലല്ല നടത്തുന്നത്, ഒരു താൽക്കാലിക ഇടവേളയാണ്. ആ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഹമാസിനെ തീർക്കാതെ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു ഞങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും. അതായത് ഇതിനിടയിൽ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടി ശക്തമായിരിക്കും. അതെ, ഇപ്പൊ സംഭവിച്ചേക്കുന്നത് ഈ റഫയിലെ എമിറേറ്റ്സ് റോഡ് ആശുപത്രിയിലേക്ക് ഈ മരുന്ന്, അതുപോലെ തന്നെ ആശുപത്രിയിലെ എക്യുപ്മെന്റ്സ്, ഇന്ധനം ഇവയൊക്കെയുമായിട്ട് ഒരു വാഹന വ്യൂഹം വരുന്നു. ഈ വാഹന വ്യൂഹത്തെ കുറച്ച് തോക്കുധാരികൾ ചെന്ന് തടയുന്നു. എന്നിട്ട് അതിനകത്ത് ഒരു വാഹനത്തിലെ ആളുകൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. അത് തട്ടിയെടുക്കാൻ
തട്ടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്ക് ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തി. അപ്പോൾ ആ വാഹന വ്യൂഹം ശരിക്കും ഈ പറയുന്ന മരുന്നുമൊക്കെ ആയിട്ട് വന്നതായിരിക്കാം. അപ്പോൾ പറച്ചിൽ എന്താണ്, ഈ മരുന്നുമായി വന്ന വാഹന വ്യൂഹത്തിന് നേരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി. അങ്ങനെയല്ല, ഈ വാഹനം തട്ടിയെടുക്കാനായിട്ട് ഈ ഹമാസിൻ്റെ ആൾക്കാർ അവിടെ ശ്രമം നടത്തി. അതിനെ ഇസ്രായേൽ പ്രതിരോധിച്ചു. അതാണ് പറഞ്ഞത്, ഈ 9 മണിക്കൂർ വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ ഹമാസ് അടങ്ങിയിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിനിടയിൽ കൂടി ഇവർ കളിക്കുകയാണ്. 4 ലക്ഷം ഡോസ് മരുന്ന് ഇനിയും അവിടെ വേണം. 2000 ആരോഗ്യ പ്രവർത്തകർ സജ്ജരായിരിക്കുന്നു. ഞായറാഴ്ച മുതൽ ഇത് കൊടുക്കണം. അപ്പോൾ ഓരോരോ പ്രവിശ്യകൾ തിരിച്ചാണ് നടക്കുന്നത്. ഇപ്പം മധ്യ മേഖലയിലാണ് ഈ മരുന്ന് കൊടുക്കുന്നതെങ്കിൽ തെക്കൻ മേഖലയിലും അല്ലെങ്കിൽ വടക്കൻ മേഖലയിലും ഒന്നും ഈ വെടിനിർത്തൽ ഉണ്ടാവണമെന്നില്ല. ആ സമയത്ത് അവിടെ ഈ പ്രശ്നം ഉണ്ടായാൽ തിരിച്ചവരടിക്കും. അപ്പം മധ്യ മേഖലയിലാണ് ആദ്യത്തെ ദിവസം ഉണ്ടാകുന്നത്, രണ്ടാമത്തെ ദിവസം തെക്കൻ മേഖലയിലാണ്, മൂന്നാമത്തെ ദിവസം വടക്കൻ മേഖലയിലാണ്. ആ സമയത്ത് മാത്രമേ വെടിനിർത്തൽ ഉണ്ടാവുള്ളൂ. എപ്പോഴെങ്കിലും ഈ 6 മണിക്ക് മുമ്പോ 3 മണിക്ക് ശേഷമോ പ്രകോപനം ഉണ്ടായാൽ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കും. എന്ന് പറഞ്ഞാൽ ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകും. എന്തായാലും ഈ പോളിയോ എന്ന് പറയുന്നത് 90% പൂർത്തീകരിക്കാൻ, അതായത് വാക്സിനേഷൻ പൂർത്തീകരിക്കാനാണ് ലോകാരോഗ്യ സംഘടന ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നു. 12.6 ലക്ഷം ഡോസ് അവിടെ ഉണ്ട്. 4 ലക്ഷം ഡോസ് വാക്സിൻ പുതുതായി കൊണ്ടുവരുന്നു. 6,40,000 കുട്ടികൾക്ക് അത് നൽകുമെന്ന് ഈ ലോകാരോഗ്യ സംഘടന ഉറപ്പിച്ചു പറയുന്നു. അതിന് ഇസ്രായേൽ പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണ നൽകുന്നു. അവിടെയും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാഹന വ്യൂഹം, അതായത് ഈ പോളിയോ മരുന്നുമായി വരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഹമാസ് തീവ്രവാദികൾ ആക്രമണം അയച്ചുവിടുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഒരു ആക്രമണം അവിടെ നടത്തുന്നത്. അതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് പുറത്തേക്കെത്തുന്ന വാർത്തകൾ എന്നതാണ് യാഥാർത്ഥ്യം, അല്ലേ? അതെ. ഇപ്പം മാത്രമല്ല, കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹമാസിന്റെ ഒരു നേതാവ് അവിടെ ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ തുടർച്ചയായി 10-20 ദിവസം അവിടെ ആക്രമണം നടത്തി. ഏതാണ്ട് 10-12 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നിരവധി മൃതദേഹങ്ങളൊക്കെ കിട്ടി. അപ്പം മനസ്സിലായി ഇത്തരത്തിലുള്ള ആക്രമണം അവിടെ നടത്തിയത്, ഇസ്രായേൽ നടത്തിയത് ഹമാസിന്റെ ഈ സേനാ തലവന്മാരെ പിടികൂടാനാണ്. അപ്പൊ ഹമാസിന്റെ ഒരു ഭടനെങ്കിലും, ഒരു സോൾജിയറെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ തീർക്കുന്നവരെ ഞങ്ങൾ അക്രമമായി മുന്നോട്ട് പോകും, അല്ലെ ഞങ്ങൾ അറ്റാക്കുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ വ്യക്തമായി നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഈ പറയുന്ന പോളിയോ ഉണ്ടാകരുത്, അല്ലെ കുട്ടികൾക്ക് അസുഖങ്ങൾ ബാധിക്കരുത്, ജനങ്ങൾക്ക് അസുഖം ഉണ്ടാകരുത് എന്നൊക്കെ ഒരു നിലപാട് ഇസ്രായേലുണ്ട്. അവർ പരിഗണിക്കുന്നത് മനുഷ്യത്വപരമായ നിലപാട്. ഇവിടെ ഇപ്പം എന്താ പറയുന്നത്, ഇവരൊരു ക്യാമ്പയിൻ മുന്നിച്ചു, മാനുഷിക പരിഗണന എന്ന ക്യാമ്പയിൻ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ പോളിയോ വാക്സിൻ നൽകുന്നത്. അതിനോട് ഇസ്രായേൽ യോജിക്കുന്നു. അപ്പം ലോകാരോഗ്യ സംഘടനയുടെ നിലപാടുകളെ ഇസ്രായേൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന 9 മണിക്കൂറിൽ, വിവിധ ഘട്ടങ്ങളിലായുള്ള 9 മണിക്കൂറിൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ കൃത്യമായി ഈ വാക്സിനേഷൻ നടക്കും. മാത്രമല്ല, ഈ പറയുന്ന 2000 പ്രവർത്തകരെ കൊണ്ട് 3 അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് പൂർണ്ണമായും വാക്സിനേഷൻ നടത്താം. അപ്പോൾ 90% എന്ന് പറയുന്ന ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ, അതായത് ഇപ്പം സംഭവിക്കുന്നത് ഞായറാഴ്ച മുതലാണ്. അതായത് ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ ഈ വാക്സിനേഷൻ ആരംഭിക്കും. വൈകുന്നേരം 3 മണി വരെയാണ് ഇത് നടക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 6 മണിക്ക് മുമ്പോ 3 മണിക്ക് ശേഷമോ പ്രകോപനം ഉണ്ടായാൽ അപ്പോഴും തിരിച്ചടി ഉണ്ടാവും. മാത്രമല്ല, ഈ ഏരിയ തിരിച്ചാണ് ഈ മരുന്ന് വിതരണം നടക്കുന്നത്. ആ സമയത്ത് ഈ മരുന്ന് വിതരണം ഇല്ലാത്ത ഏരിയയിൽ എന്തെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടായാൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകി. അത് മാത്രമല്ല, ലോകാരോഗ്യ സംഘടനയോട് അത് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ, ഞങ്ങൾ ഇത് ഒരു വെടിനിർത്തലല്ല, താൽക്കാലിക ഇടവേളയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോളിയോ വാക്സിനേഷൻ, ആ ഒരു പോളിയോയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനത്തിന് ഇസ്രായേൽ ഈ വെടിനിർത്തൽ നടത്തുന്നതിന് നമുക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ അതിനെ അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. എന്തായാലും പലസ്തീനോടല്ല അവരുടെ ശത്രുത മുഴുവൻ ഹമാസിനോടാണ്. അപ്പോൾ ഹമാസിന്റെ ആളുകളിൽ നിന്ന് പ്രകോപനം ഉണ്ടാകാതിരുന്നാൽ ഈ പറയുന്ന വാക്സിനേഷൻ കൃത്യസമയത്ത് പൂർത്തീകരിക്കും. വ്യക്തമാണ്, കൃത്യമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പാവപ്പെട്ട പാലസ്തീൻ ജനതയുടെ ശത്രു ഹമാസാണ്, ഹമാസ് മാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.